കേരള PSC എന്നത് ആർക്കും തീരെഴുതി കൊടുക്കാൻ കഴിയുന്ന ഒന്നാണോ? തോന്നിയതുപോലെ ആരെയും നിയമിക്കാൻ കഴിയുന്നതാണോ? കാശ് കൊടുത്താൽ മലക്കം മറിയുന്നതാണോ അധികാരികൾ? ഇങ്ങനെയുള്ള സംശയം ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി തന്നെ ഉണ്ടാകാം. അതിന് ആധാരമായിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 60 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ PSCയിൽ അംഗത്വം നൽകാമെന്ന വാഗ്ദാനം. അങ്ങനെ വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഒരു പ്രമുഖ CPM നേതാവ്. ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ ഗൗരവകരമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നാണ് CPM പറയുന്നത്. എന്നാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞാണ് അതിൻ്റെ ഭാഗമായി 22 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത്. ഈ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസും അന്വേഷണം ആരംഭിക്കാനിരിക്കുകയാണ്. PSC അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോടാണ് പാർട്ടിയിലെ തന്നെ യുവ നേതാവ് 22 ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ഇത് പരാതി എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിസ്ഥാനത്തുള്ള യുവ നേതാവാകട്ടെ മന്ത്രി റിയാസിൻ്റെ പേര് പറഞ്ഞു തന്നെയാണ് 60 ലക്ഷം രൂപയും ചോദിച്ചത്. അതിൻ്റെ ടോക്കൺ എന്ന രീതിയിൽ, അഡ്വാൻസ് എന്ന രീതിയിലാണ് 22 ലക്ഷം കൊടുക്കുന്നത്. എന്നാൽ CPM PSC അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിൽ തൻ്റെ പേരില്ലാത്തതിനാൽ പണം നൽകിയ ആൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു. ശേഷം പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തു. എന്നാൽ അതുമൊട്ട് കിട്ടിയതുമില്ല. പിന്നാലെയാണ് ഡോക്ടർ പരാതി നൽകാനായി തീരുമാനിച്ചതും പാർട്ടിക്ക് തന്നെ. കോഴ വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന CPMലെ യുവ നേതാവ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അയൽവാസി കൂടിയാണെന്ന വിവരവും തൊട്ടു പിന്നാലെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതിലേറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയാണ്. കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ CPMനെതിരെ അതിരൂക്ഷമായ വിമർശനം തൊട്ടു പിന്നാലെ കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും ഉയർത്തിയിട്ടുണ്ട്. PSC അംഗത്വം CPM ഇങ്ങനെ തൂക്കി വിൽക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപണം ഉയർത്തുന്നത്. കോഴിക്കോട്ടെ CPMൽ മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവരം പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം എല്ലാ ഇടപാടിലും മന്ത്രി മുഹമ്മദ് റിയാസിനും കൃത്യമായ പങ്കുണ്ടെന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. കോടതി നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം വേണം, അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇതേക്കുറിച്ച് അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുടെ കീഴിൽ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്നാണ് പ്രവീൺകുമാറിൻ്റെ ആരോപണം. CPM സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി കൂടുന്നുവെന്ന് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞതാണ്. അതിനോട് ചേർത്ത് വെച്ച് വേണം ഈ അഴിമതി ആരോപണത്തെയും നോക്കിക്കാണാൻ. ആരോപണത്തിൽ സത്യം തെളിയിക്കാൻ പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ തന്നെ ബാധ്യതയുണ്ട് എന്നുള്ളത് മറക്കരുത്. ഇനിയും നിരവധി അഴിമതി കഥകളാണ് പുറത്തു വരാനുള്ളത്. മന്ത്രി റിയാസിൻ്റെ മാഫിയ പ്രവർത്തനം വളർന്നു പന്തലിക്കുന്നുവെന്ന ആരോപണം കൂടി കോൺഗ്രസ് നേതാവ് ഉയർത്തിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന് പുറമേ തന്നെ MLAമാരായിട്ടുള്ള KM സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയെന്നാണ് ദമ്പതികളായ ഇവർ പരാതിപ്പെട്ടിരിക്കുന്നത്. 60 ലക്ഷം കൊടുത്താൽ PSC അംഗത്വം നൽകാമെന്നാണ് ആദ്യം വാഗ്ദാനം ചെയ്തത്. അതിൽ 20 ലക്ഷം രൂപ PSC അംഗത്വത്തിനും 2 ലക്ഷം മറ്റ് ചെലവുകൾക്കുമായി ആദ്യഘട്ടത്തിൽ അവർ കൊടുത്തു. വനിതാ ഡോക്ടർക്ക് വേണ്ടിയിട്ടാണ് ഭർത്താവ് പണം കൊടുത്തത്.